ഗുഡ്വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് 2 മൊഡ്യൂൾ നമ്മൾ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് മൊഡ്യൂൾ മുതലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്ന് പഠിക്കുക. ഇറ്റ് ഈസ് എ വേ ഓഫ് ഡിറ്റർമൈനിങ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ സെക്യൂരിറ്റി ബൈ ഇവാലുവേറ്റിംഗ് അസോസിയേറ്റഡ് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ എലമെൻറ്റ്. അതായത് ഒരു സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന എക്കണോമിക്കും ഫിനാൻഷ്യൽ എലമെൻറ്റുമായി ബന്ധപ്പെട്ട് ആ സെക്യൂരിറ്റിയുടെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുക, അഥവാ FA എന്ന് പറയുക കേട്ടോ. അതൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് എ സ്റ്റോക്സ് റിയൽ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഒരു സ്റ്റോക്കിൻ്റെ റിയലോ അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. അതുപോലെ ഇറ്റ് സെർച്ച് ഫോർ സ്റ്റോക്സ് ദാറ്റ് ആർ കറൻ്റ്ലി ട്രേഡഡ് അറ്റ് എ പ്രൈസ് ദാറ്റ് ആർ ഹയർ ഓർ ലോവർ ദാൻ ദ റിയൽ വാല്യൂ. അത് റിയൽ വാല്യൂവിനേക്കാൾ കൂടിയ വിലയ്ക്കാണോ അത് റിയൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണോ ഇപ്പോൾ കറൻ്റ്ലി ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനും അത് കണ്ടെത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കും. If the fair market value is higher than the market price, the stock is deemed to be undervalued and by recommendation is given. അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് എന്താണ്, സ്റ്റോക്ക് നമ്മൾ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുക. അടുത്ത് ഇൻ കോൺട്രാസ്റ്റ് ടെക്നിക്കൽ അനാലിസ്റ്റ് ഇഗ്നോർ ദ ഫണ്ടമെന്റൽസ് ഇൻ ഫേവർ ഓഫ് സ്റ്റഡിയിങ് ദ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രെൻഡ് ഓഫ് ദ സ്റ്റോക്ക്. ഒരിക്കലും നമുക്ക് പഴയ അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ സ്റ്റഡി ചെയ്യാനായിട്ട് ഫേവറായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് കേട്ടോ. അടുത്ത ഫണ്ടമെൻ്റൽ അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാം. ഒന്ന് EPS, ഏർണിംഗ് പെർ ഷെയർ, അതുപോലെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, അതായത് P/E റേഷ്യോ, അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, പ്രൈസ് ടു ബുക്ക് റേഷ്യോ, ബീറ്റ, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ, പ്രൊജക്റ്റഡ് ഏർണിംഗ്സ് ഗ്രോത്ത്. എന്താണ് EIC അനാലിസിസ്? EIC അനാലിസിസ് ചിലപ്പോൾ 2 മാർക്സിനൊക്കെ ചോദിക്കാം. EIC എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഇൻഡസ്ട്രി അനാലിസിസ് എന്നാണ് അർത്ഥം. എ ട്രഡീഷണൽ ടെക്നിക്കാണ്. EIC സ്റ്റാൻഡ്സ് ഫോർ എക്കണോമിക് ഇൻഡസ്ട്രി ആൻഡ് കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. An investor undertaking EIC analysis looks at the overall economic situation and then determines the most desirable industries. അതായത് ഓവറോൾ ആയിട്ട് നമുക്ക് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് EIC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ട് ഇൻഡസ്ട്രീസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനകത്തൊരു 3 ഡിഫറെൻറ്റ് അനാലിസിസ് ആണ് നമുക്ക് ഈ ഒരു ഇവാലുവേഷനിന് വേണ്ടിയിട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്നത് EICയിൽ. ഒന്ന് എക്കണോമിക് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. അപ്പോൾ ഇത് മൂന്നും കൂടി വരുമ്പോഴാണ് EIC ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വേണ്ടി പഠിക്കാം. എക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പെർഫോമൻസ് ഓഫ് എ ബിസിനസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സക്സസ് ഓഫ് ദ ഇക്കോണമി. വെൻ ദ ഇക്കോണമി ഈസ് ഗ്രോയിങ്, ഇൻകം റൈസ്, ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് റൈസസ് ആൻഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ബിസിനസ് ഈസ് ജനറൽ പ്രോസ്പർ. അതായത് ഈ ഒരു ഇക്കോണമി അനാലിസിസിൽ ഇക്കോണമി ഗ്രോ ചെയ്യുന്നു, ഇൻകം കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു, കമ്മോഡിറ്റീസിൻ്റെ ഇൻഡസ്ട്രി വളരുന്നു. ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഇക്കണോമിക് അനാലിസിസിൽ പറയുന്നത്. അതിൽ വരുന്നതാണ് ഗ്രോത്ത് റേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഗവൺമെൻറ് റവന്യൂ, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ അനാലിസിസ്, EICയിൽ വരുന്ന രണ്ടാമത്തെ അനാലിസിസ് ആണ് ഇൻഡസ്ട്രി അനാലിസിസ്. ആൻഡ് ഇൻഡസ്ട്രി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ദാറ്റ് ഹാവ് സിമിലർ ടെക്നോളജിക്കൽ സ്ട്രക്ചർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡ്യൂസ് സിമിലർ പ്രൊഡക്റ്റ്. ഒരേ പ്രൊഡക്റ്റ്, ഒരേ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ ഒരേ സ്ട്രക്ചറിൽ ഓരോ ടെക്നോളജിയിൽ പ്രൊഡക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന ഫേമുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫേമുകളെയാണ് നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുക. ഇൻഡസ്ട്രിയൽ ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ആൻഡ് ഇൻഡസ്ട്രിയൽ ലൈഫ് സൈക്കിൾ പോർട്രേറ്റ്സ് ദ മെനി പീരീഡ്സ് ഇൻ വിച്ച് എൻ്റർപ്രൈസസ് ഫംഗ്ഷൻ, ഗ്രോ ആൻഡ് ഡിക്ലൈൻസ് വിത്തിൻ ആൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള കാര്യങ്ങളുടെ ഗ്രോത്തും അതുപോലെ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളൊരു പർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ, അതാണ് ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ EICയിൽ നമ്മൾ ഇയും പറഞ്ഞു, എക്കണോമിക്കും പറഞ്ഞു, ഇൻഡസ്ട്രിയും പറഞ്ഞു. അടുത്ത C കമ്പനിയാണ്. ഇനി കമ്പനി അനാലിസിസ്, ഡിഫറെൻറ്റ് കമ്പനീസ് ആർ കൺസിഡേർഡ് ആൻഡ് ഇവാലുവേറ്റഡ് ഫ്രം ദ സെലക്റ്റഡ് ഇൻഡസ്ട്രി സോ ദാറ്റ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് കമ്പനി ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ, ഇപ്പോൾ ഒരു സിമെൻറ്റ് ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, ആ സിമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികളുണ്ട്. സിമെൻറ്റ് അല്ലേ, ഒരുപാട് സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ ആ കൂട്ടം കമ്പനികളെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് ഇവാലുവേറ്റ് ചെയ്യും, വിലയിരുത്തിയിട്ട് അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള, മോസ്റ്റ് അട്രാക്റ്റീവായിട്ടുള്ള കമ്പനി നമ്മൾ തിരിച്ചറിയുന്ന ഒരു രീതിയാണ് കമ്പനി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അടുത്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്, പോളിസീസ് ആൻഡ് പ്രോസസ് ദാറ്റ്
ദാറ്റ് കമാൻഡ് ആൻഡ് കൺട്രോൾ എൻ്റർപ്രൈസസ് വൈൽ ഓൾസോ ബാലൻസിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് മാനേജർ. നമ്മൾ ഓൾറെഡി ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൽ പഠിച്ച കാര്യം തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അത് തന്നെ എഴുതിയാൽ മതി. നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞാൽ. അടുത്ത CFI ആണ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ്. നിങ്ങൾക്ക് ഓൾറെഡി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ച ഒരു 3 കാര്യങ്ങളാണ്: ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ്, ക്യാഷ് ഫ്രം ഫിനാൻസിങ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്. അതിലൊന്ന് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അസറ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയും തന്നെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുക. ഇനി CFF എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ആണ്. നമ്മൾ എന്തെങ്കിലും ഷെയറുകളോ ഫണ്ടുകളോ ഒക്കെ ഇഷ്യൂ ചെയ്യുകയും ബോറോ ചെയ്യുകയും ചെയ്ത് കിട്ടുന്ന പൈസയാണ് നമ്മൾ ക്യാഷ് ഫ്രം ഫിനാൻസിങ് എന്ന് പറയുക. അടുത്തത് ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകംസ് ആണ് ഓപ്പറേറ്റിംഗിൽ വരുന്നത് കേട്ടോ. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ മീഡിയം ബൈ വിച്ച് എ കമ്പനി ഡിസ്ക്ലോസസ് ഇൻഫർമേഷൻ കൺസേണിങ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസുകളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു കമ്പനി ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ അതിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? അതിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതുപോലെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അതിനകത്ത് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ സമ്മറി എ കമ്പനീസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു കമ്പനിയുടെ കയ്യിലുള്ള അസറ്റുകളും ലയബിലിറ്റീസ് ഒക്കെ കാണിക്കുന്ന ഒരു സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകവും എക്സ്പെൻസും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോ, അതായത് ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് വരുന്ന ഐറ്റംസും ക്യാഷ് ആയിട്ട് പോകുന്ന കാര്യങ്ങളും കൂടി കാണിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. വാട്ട് ഈസ് ട്രെൻഡ് അനാലിസിസ്? ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് എ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ സ്റ്റോക്സ് പ്രൈസ് അല്ലേ. അതായത് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ നമ്മൾ മുൻകൂട്ടി ഈ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയാണ് ട്രെൻഡ് അനാലിസിസ്. അത് പെനാൻസ് ലുക്സ് ലൈക്ക് symmetrical triangles. Here also there is a bullish and a bearish pennant. In the bullish pennant, the lower stops from the upper trend line. The lower trend line connects the rising bottoms. And the flags are constructed using 2 parallel trend line. 2 parallel ലൈനുകളെ തമ്മിൽ നമ്മൾ സ്ലോപ്പ് ഓഫ് ഡൗണിലേക്ക് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലായിട്ട് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എൻ അപ്വേർഡ് സ്ലോപ്പ് അപ്പിയേഴ്സ് ആസ് എ പോസ് ഇൻ എ ഡൗൺ ട്രെൻഡിങ് മാർക്കറ്റ്. അപ്വേർഡ് ആണെങ്കിൽ എന്താണ് നമുക്കറിയാം, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടി എന്നുള്ളൊരു മീനിങ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫ്ലാഗ് വിത്ത് എ ഡൗൺവേർഡ് ബൈ ഷോസ് എ ബ്രേക്കിംഗ് ഡ്യൂറിങ് ആൻ അപ്പ് ട്രെൻഡിങ് മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൗൺവേർഡ് ട്രെൻഡിങ് മാർക്കറ്റ് പോസ് ചെയ്യുന്നതാണ് അർത്ഥം. പക്ഷേ ഡൗൺവേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പ് ട്രെൻഡിങ് മാർക്കറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം കേട്ടോ. അതാണ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ. അടുത്ത വെഡ്ജസ് ആണ്. വെഡ്ജസ് ലൈക്ക് പെനൻസ് ആർ ഫോംഡ് ബൈ ഡ്രോയിങ് ടു കൺവേർജിങ് ട്രെൻഡ് ലൈൻസ് ആണ്. അതായത് നമ്മൾ പെനൻസ് പോലെ തന്നെയുള്ളതാണ് വെഡ്ജസ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ ട്രയാങ്കിൾസ് ആർ എമംഗ് ദ മോസ്റ്റ് പോപ്പുലർ ചാർട്ട് പാറ്റേൺ യൂസ്ഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ് സിൻസ് ദേ ഒക്കർ ഫ്രീക്വൻലി കമ്പയർ ടു അതർ പാറ്റേൺ. മറ്റുള്ള പാറ്റേണായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കമ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് 3 മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആർ സിമെട്രിക്കൽ ഉണ്ട്, അസെൻഡിങ് ഉണ്ട്, അതുപോലെ ഡിസെൻഡിങ് ഉണ്ട്. അടുത്ത കപ്പ് ആൻഡ് ഹാൻഡ്സ്. The cup and handle is a bullish continuations pattern where an upward trend has paused. ഇതൊക്കെ ആ ഒരു ട്രെൻഡിൻ്റെ ടൈപ്സുകളാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഓക്സിലേറ്റേഴ്സ് വരുന്നുണ്ട്. അതൊന്ന് ബ്രീഫായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി സെക്യൂരിറ്റി മാർക്കറ്റ് തിയറീസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. എലിയോട്ട് വേവ് തിയറി ഉണ്ട്. അത് ചിലപ്പോൾ 2 മാർക്കിന് എടുത്ത ആ ഒരു തിയറിയും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. എലിയോട്ട് വേവ് തിയറി ഈസ് എ ടെക്നിക്കൽ അനാലിസിസ് ടെക്നിക് ക്രിയേറ്റഡ് ഇൻ ദ 1930s ബൈ അമേരിക്കൻ അക്കൗണ്ടൻറ്റ് ആൻഡ് ഓതർ റാൽഫ നെൽസൺ എലിയോട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1930-ൽ. ഇറ്റ് റിസർച്ച്ഡ് സെവറൽ ഇയേഴ്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഡാറ്റ ഫ്രം സെവറൽ ഇൻഡിസസ് ആൻഡ് വാസ് ഫസ്റ്റ് ടു ഫോർകാസ്റ്റ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ബോട്ടം ഇൻ 1935. അത് ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് ഡാറ്റാസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് റിസർച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ഇവരുടെ. സിൻസ് ദെൻ ദ തിയറി ഹാസ് പ്രൂവൻ ടു ബി ദ റിലയബിൾ ടൂൾ ഫോർ എ വെറൈറ്റി ഓഫ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. അതായത് വെറൈറ്റി ഓഫ് പോർട്ട്ഫോളിയോ മാനേജേഴ്സിൽ അത് വളരെ റിലയബിളാണ്, വളരെ വിശ്വസനീയമാണ്. നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു ഡൗ തിയറി. ഈ ഡൗ തിയറി പഠിക്കാതെ പോകരുത് മക്കളെ. എനിക്ക് തോന്നുന്നത് അത് ഓൾമോസ്റ്റ് 99% ചാൻസ് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ട്. ഡൗ തിയറി ഈസ് എ ട്രേഡിംഗ് അപ്രോച്ച് developed by Charles Dow, who is also known as the father of technical analysis. ചാൾസ് ഡൗ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിനെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഫാദർ എന്നും അറിയപ്പെടാറുണ്ട്. ഇതും എന്താണ് സ്റ്റിൽ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സാധാരണ നമ്മൾ അനാലിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു തിയറിയാണിത്. ദ ബേസിക് ഐഡിയ ഓഫ് ഡൗ തിയറി ഈസ് ദാറ്റ് മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ റിഫ്ലക്ട് ദ ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് മൂവ്മെൻറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് 3 മെയിൻ ട്രെൻഡ്. 3 മെയിൻ ട്രെൻഡ് അനുസരിച്ചാണ്
ഇത് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഡൗ തിയറിയുടെ കമ്പോണൻറ്റ് എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡൗ തിയറി നമ്മൾ അനലൈസ് ചെയ്യുക? ഒന്ന് ഡിസ്കൗണ്ട്, മാർക്കറ്റ് ഡിസ്കൗണ്ട്, അതുപോലെ 3 പ്രൈമറി കൈൻഡ് ഓഫ് മാർക്കറ്റ്, പ്രൈമറി ട്രെൻഡ് ഹാവ് 3 ഫേസസ്, ഇൻഡിസസ് മസ്റ്റ് കൺഫേം ഈച്ച് അതർ, വോളിയം മസ്റ്റ് കൺഫേം ദ ട്രെൻഡ് പെർസിസ്റ്റ് ആൻഡ് ക്ലിയർ റിവേഴ്സൽ ഒക്കേഴ്സ്. ഇതൊക്കെയാണ് അതിൽ വരുന്ന കമ്പോണൻറ്റുകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് തേർഡ് മൊഡ്യൂൾ. അടുത്ത ഫോർത്ത് മൊഡ്യൂളാണ് എന്താണ് പോർട്ട്ഫോളിയോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസ് എ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ടുഗെദർ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് ഒരു കൂട്ടം സെക്യൂരിറ്റീസുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ. പലതരത്തിലുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ട്. അഗ്രസീവ് പോർട്ട്ഫോളിയോ, അതുപോലെ തന്നെ കൺസർവേറ്റീവ്സ് പോർട്ട്ഫോളിയോ, ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് ഉണ്ടെന്ന് ബ്രീഫായിട്ടൊന്ന് പഠിച്ച് വയ്ക്കുക. ഇൻകം പോർട്ട്ഫോളിയോ, എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ, ചിലപ്പോൾ മേ ബി എസ് ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പാടാത്ത ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഇതൊന്ന് പഠിച്ച് വയ്ക്കുക കേട്ടോ. അടുത്ത പോർട്ട്ഫോളിയോ അനാലിസിസ് ആണ്. ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ. ഒരു സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പെക്ട് റേറ്റ് ഓഫ് റിട്ടേൺ ഇല്ലേ, അത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്നതാണ് പോർട്ട്ഫോളിയോ അനാലിസിസ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായിട്ട് ആ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് മാക്സിമം റിട്ടേൺ കിട്ടുക മിനിമം റിസ്കിൽ എന്ന് പറയുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ചോദിച്ചാലും, നീഡ് ചോദിച്ചാലും, ഒബ്ജക്റ്റീവ് ചോദിച്ചാലും, അഡ്വാൻറ്റേജ് ഒക്കെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. ഒന്ന് സേഫ്റ്റി ഓഫ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, കൺസിസ്റ്റൻസി, മാർക്കറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ ടാക്സ് പ്ലാനിങ്, സ്റ്റേബിൾ കറണ്ട് റിട്ടേൺ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സ്റ്റെപ്സ് പഠിക്കുക. അത് ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്, സെലക്ഷൻ ഓഫ് അസറ്റ് മിക്സ്, ഫോർമുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി, സെക്യൂരിറ്റി അനാലിസിസ്, പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ. എന്താണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിംഗ് മണി ഇൻ ഡിഫറെൻറ്റ് അസറ്റ്. മനസ്സിലായോ? അതായത് പല പല അസറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുക. അടുത്ത പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ്റെ നീഡ് ഓർ ബെനിഫിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ മാർക്കറ്റ് വോളറ്റൈലിറ്റി കുറവാണ്, അതുപോലെ തന്നെ മോണിറ്ററിങ് ദ പോർട്ട്ഫോളിയോ കുറച്ച് സമയം മതി നമുക്ക്, അതുപോലെ ക്യാപിറ്റൽ സേഫ്റ്റി പ്രദാനം ചെയ്യുന്നു, അതുപോലെ ബെനിഫിറ്റ് ഓഫ് കോമ്പൗണ്ടിങ്, ബെനിഫിറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അച്ചീവ്മെൻറ്റ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, ഇതൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് എഴുതാം. ഡിസഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ അൺനെസസറി അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പരിമിതിയാണ്. അതുപോലെ ടാക്സ് കോംപ്ലിക്കേഷൻസ്, കോംപ്ലക്സിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ അതിനകത്ത് വരുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി എന്താണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് നോക്കുക. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഒപ്റ്റിമം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഓഫേഴ്സ് ദ ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ എ ഗിവൻ ലെവൽ ഓഫ് റിസ്ക്. അതായത് നമുക്ക് മുമ്പുള്ള റിസ്ക് ഉപയോഗിച്ച് മാക്സിമം റിട്ടേൺ തരില്ലേ, അത് ഓഫർ ചെയ്യുന്ന രീതിയാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. എഫിഷ്യൻ പറഞ്ഞാൽ ഒപ്റ്റിമൽ, മാക്സിമം എന്നാണ് അർത്ഥം കേട്ടോ. അടുത്താണ് മാർക്കോവിറ്റ്സ് മോഡൽ. അതായത് ഹാരി മാർക്കോവിറ്റ്സ് പുട്ട് ഫോർവേഡ് ദിസ് മോഡൽ ഇൻ 1952 ആണ്. ഇറ്റ് അസിസ്റ്റ് ഇൻ സെലക്ഷൻ ഓഫ് മോസ്റ്റ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഓഫ് ദ ഗിവൻ സെക്യൂരിറ്റീസ്. ദിസ് മോഡൽ ഷോസ് ഇൻവെസ്റ്റേഴ്സ് ഹൗ ടു റെഡ്യൂസ് ദെയർ റിസ്ക്. എങ്ങനെയാണ് റിസ്ക് കുറയ്ക്കുക എന്നുള്ളത് ഈ ഒരു മോഡലിലൂടെ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. ദിസ് മോഡൽ ഇസ് ഓൾസോ കോൾഡ് മീൻ വേരിയൻസ് മോഡൽ. ഇതിനെ മീൻ വേരിയൻസ് മോഡൽ എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി ഈ മാർക്കോവിറ്റ്സ് തിയറിയുടെ അസംഷൻ ചോദിക്കുകയാണെങ്കിൽ റിട്ടേൺ ഫ്രം ഓൾഡ് അസറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് നോർമലി. അതായത് ഓരോ അസറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നമ്മൾ നോർമലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇൻവെസ്റ്റർ റിലേഷനിലാണ്. ഓൾ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ദ ആക്സസ് ടു ദ സെയിം ഇൻഫർമേഷൻ. എല്ലാ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സാധിക്കും. അതുപോലെ സെയിം വ്യൂ ആണ്. അതൊക്കെയാണ് അതിൽ വരുന്ന അസംഷൻസ് കേട്ടോ. അടുത്തത് റാൻഡം വാക്ക് തിയറിയാണ്. തിയറീസൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വെച്ചിട്ട് പോകാം കേട്ടോ. റാൻഡം വാക്ക് തിയറീസ് സ്റ്റോക്ക് മാർക്കറ്റ് മാത്തമാറ്റിക്കൽ മോഡലാണ്. ദിസ് തിയറി അഡ്വക്കേറ്റ്സ് ദാറ്റ് ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ റാൻഡം വാക്ക്. ഒരു റാൻഡം വാക്കിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിലെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് റാൻഡം വാക്ക് തിയറി. ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം വാക്ക് ഹൈപ്പോതെസിസ് എന്നും പറയാറുണ്ട് കേട്ടോ. അടുത്താണ് അതിൻ്റെ അസംഷനാണ് സ്റ്റോക്ക് പ്രൈസ് ഡിസ്കൗണ്ട് എല്ലാം കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റ്സ് ആർ സ്ട്രോങ്ലി എഫിഷ്യൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സ് സെയിം ആക്സസ്, നേരത്തെ പറഞ്ഞത് ഈ പോയിന്റ് തന്നെയാണ്. 2-3 പോയിന്റ് സെയിം തന്നെ വരുന്നുണ്ട്. ദ പ്രൈസ് ഓഫ് ഈച്ച് സെക്യൂരിറ്റീസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ റാൻഡം വാക്ക് കേട്ടോ. അടുത്തൊരു തിയറിയാണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് ആണ്. ഇറ്റ് ഇസ് എ ഫിനാൻഷ്യൽ തിയറി. ഇറ്റ് സേസ് ദാറ്റ് അസറ്റ് പ്രൈസസ് റിഫ്ലക്ട് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ. എല്ലാ തന്നിട്ടുള്ള വിവരങ്ങളെയും എന്ത് ചെയ്യുന്നു, അസറ്റ് പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു തിയറിയാണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അസംഷൻസ് ചോദിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഫെയർ മാർക്കറ്റ് വാല്യൂയിലാണ്. മാർക്കറ്റ് വാല്യൂ സ്റ്റോക്ക് റെപ്രസെൻറ്റ് ഓൾഡർ റെലവൻറ്റ് ഇൻഫർമേഷൻ. മാർക്കറ്റ് വാല്യൂ, ഒരു സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എല്ലാ വിവരങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സ് ആക്ട് റേഷണലി. ഇൻവെസ്റ്റർ റേഷണലായിട്ടും നോർമലായിട്ടും ആക്ട് ചെയ്യുന്നു.
അതുപോലെ ഇൻഫർമേഷൻ കോസ്റ്റ്ലെസ് ആണ്. നോ ടാക്സ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇവിടെ ടാക്സോ ട്രാൻസാക്ഷൻ കോസ്റ്റോ വരുന്നില്ല. നോ സിംഗിൾ ട്രേഡർ ക്യാൻ അഫക്ട് ദ പ്രൈസ്, ഒരു സിംഗിൾ ട്രേഡിന് ഒരിക്കലും പ്രൈസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്താണ് ഫോംസ് ഓർ ലെവൽസ് ഓഫ് EMH. നമ്മളിപ്പോൾ പറഞ്ഞ EMH ഇല്ലേ, എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്, അപ്പോൾ അതിൽ വരുന്ന ലെവൽസ് ആണ്. ഒന്ന് വീക്ക് ഫോം ഓഫ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് ഉണ്ട്, സെമി സ്ട്രോങ് ഉണ്ട്, സ്ട്രോങ് ഉണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി പോർട്ട്ഫോളിയോ റിവിഷൻ ഓൾറെഡി നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ എഴുതിയാൽ മതി. അതുപോലെ പോർട്ട്ഫോളിയോ റിസ്ക്കും ഓൾറെഡി പറഞ്ഞതാണ്, അത് എഴുതുക. അതുപോലെ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെയിം തന്നെയാണ്. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ അതിനാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് കോൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർക്കോവിറ്റ്സ് തന്നെയാണ് ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. ഇറ്റ് ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ പോസിബിൾ മിക്സർ ഓഫ് റിസ്കി അസെറ്റ്. അതായത് ഒപ്റ്റിമലായിട്ട് നമുക്ക് ഒരു മാക്സിമം റിട്ടേൺ കിട്ടുന്ന റിസ്കി അസെറ്റിൻ്റെ മിക്സറുകൾ നമ്മൾ ഒരുമിച്ച് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ കേട്ടോ. അതുപോലെ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഗെയിൻ ഓർ ലോസിനെ റിയലൈസ് ചെയ്യുന്ന രീതിയാണ് പോർട്ട്ഫോളിയോ റിട്ടേൺ. എന്താണ് കോവേരിയൻസ്? ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. പോർട്ട്ഫോളിയോ റിസ്ക് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് കോവേരിയൻസ്. എന്താണ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ? കോറിലേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. രണ്ടോ അതിലധികം വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സ്റ്റഡിയാണ് കോറിലേഷൻ. അടുത്ത 5ാമത്തെ മൊഡ്യൂളാണ് വാട്ട് ഈസ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, UPSI. Which relates directly or indirectly to a company and which if published is likely to materiality affect the price of securities of the company. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന മെറ്റീരിയാലിറ്റി പബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിൽക്കുന്നതിനെയാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയാം. ഇനി ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് പഠിക്കാതെ പോകരുത്. റൈറ്റ്സ് ഓഫ് ഇൻവെസ്റ്റർ, ഇനി ഇൻവെസ്റ്ററുടെ നമുക്ക് റൈറ്റ്സുകൾ, അധികാരങ്ങൾ നമുക്ക് നോക്കാം. റൈറ്റ് ടു ഗെറ്റ് യൂണീക്ക് ക്ലൈൻറ്റ് കോഡ് അലോട്ടഡ്, അല്ലേ, ക്ലൈൻറ്റ് കോഡ് അലോട്ട് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു റൈറ്റാണ്. റൈറ്റ് ടു ഗെറ്റ് കോപ്പി ഓഫ് KYC, അതായത് KYC നോ യുവർ കസ്റ്റമറിലെ അത് കോപ്പി ചെയ്യാനുള്ള അധികാരം ഉണ്ട് അവർക്ക്. അത് റൈറ്റ് ടു ഗെറ്റ് ഓർഡർ ഓഫ് ട്രേഡ് ട്രേഡഡ് ഷെയറുകൾ ഓർഡർ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് അവർക്കുണ്ട്. റൈറ്റ് ടു ഗെറ്റ് ബെസ്റ്റ് പ്രൈസിന് കിട്ടാനുള്ള അധികാരം അവർക്കുണ്ട്. റൈറ്റ് ടു ഗെറ്റ് ഡീറ്റെയിൽ ഓഫ് ചാർജസ് ലെവീഡ്, എന്തെങ്കിലും എക്സ്ട്രാ ചാർജുകൾ നമ്മൾ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് അറിയാനായിട്ടുള്ള അധികാരം അവർക്കുണ്ട്. റൈറ്റ് ടു റിസീവ് ഫണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് ഓൺ ടൈം, കൃത്യമായിട്ടുള്ള ഫണ്ടുകൾ സെക്യൂരിറ്റീസും കിട്ടാനുള്ള അധികാരം അവർക്കുണ്ട്. അതുപോലെ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് എങ്ങനെ വേണമെന്ന് ചോദിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അതുപോലെ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് ട്രേഡിംഗ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള അധികാരം അവർക്കുണ്ട്. ഇനി അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ഓർ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്? അതായത് ടു പോസസ് എ വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കണം. അതുപോലെ സെക്യൂരിറ്റീസ് വാലിഡ് ഡോക്യുമെൻറ്റ്സുകൾ കറക്റ്റ് സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡെലിവർ ചെയ്യണം. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ റൈറ്റുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുപോലെ റിസ്ക് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം, അതിൽ നിന്ന് കിട്ടാവുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എല്ലാ ട്രേഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യണം, റിവ്യൂ എടുക്കണം. ഇതൊക്കെയാണ് അവർക്കുള്ള ഡ്യൂട്ടീസ്, അത് ഓർത്ത് വയ്ക്കുക. എന്താണ് ഇൻവെസ്റ്റർ ആക്ടിവിസം? ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ എ കമ്പനി ആൻഡ് ഓർ ഒബ്റ്റെയിൻ സീറ്റ്സ് ഓൺ ദ ബോർഡ് ടു എഫക്റ്റ് എ മേജർ ചേഞ്ച് ഇൻ ദ കമ്പനി. ടൈപ്സ് ഓഫ് ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്, ഇൻഡിവിജ്വൽ ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഹെഡ്ജ് ഉണ്ട് കേട്ടോ. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ്? 2 മാർക്കിന് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് യൂസിങ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ കമ്പനി ടു ട്രേഡ് ഇൻ ദ കമ്പനി സെക്യൂരിറ്റി. കമ്പനീസ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനായിട്ട് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, വളരെ രഹസ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന രീതിയാണ് ഇൻസൈഡർ ട്രേഡിംഗ്. അടുത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് സെബി. സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുകൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 ഏപ്രിൽ 12 അതിൻ്റെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് essay ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ട് പോവുക. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അതിൽ വരുന്നതാണ് പ്രൊഹിബിറ്റ് ഇൻസൈഡ് ട്രേഡിംഗ്, മോണിറ്റർ പ്രൈസ് റിഗിങ്, പ്രൊമോഷണൽ എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ്, പ്രൊവൈഡർ ഓഫ്, ഇത് ഇത്രയും പോരാ, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിട്ട് പോവുക കേട്ടോ. അതുപോലെ റെഗുലേറ്ററി ഫംഗ്ഷൻസ് ഉണ്ട്, ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻസ് ഉണ്ട്, ഇത് നന്നായി പഠിച്ചിട്ട് പോവുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തൊരു പവർ, സെബിയുടെ പവറും പഠിച്ചിട്ട് പോകാം. ചിലപ്പോൾ 5 മാർക്കിന് മാത്രം സെപ്പറേറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ essayയിലും ചോദിക്കാം. അതും നന്നായിട്ട് പഠിച്ച പോയിൻറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതുപോലെ സെബിയുടെ സ്ട്രക്ചർ കേട്ടോ. അടുത്താണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനാണ്. ഇറ്റ് മീൻസ് വേരിയസ് മെഷേഴ്സ് എസ്റ്റാബ്ലിഷ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള മെഷർമെൻറ്റിനെയാണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻസിൽ സെബിയുടെ റോൾ എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഈ പോയിന്റുകൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇൻവെസ്റ്റർ അവെയർനെസ് ഇൻ മെഷേഴ്സ് ഇനീഷ്യേറ്റീവ് ഓഫ് സെബി, അതിൻ്റെ പോയിൻറ്റ്സുകളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രീവൻസസ് ആണ്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്, 5 മാർക്കിനൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. അതിൽ മെത്തേഡ് ഓഫ് റിഡ്രസൽ ഓഫ് ഇൻവെസ്റ്റർ ഗ്രീവൻസസ് ആണ്.
ഓൺ ദ ഗ്രീവൻസ് സെൽസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, സെബി, കമ്പനി, ലോ ബോർഡ്, കോർട്ട്, പ്രസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. എന്താണ് IPF? ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഫണ്ടിനെയാണ് IPF എന്ന് പറയുക. ഇറ്റ് ഈസ് എ ഫണ്ട് സെറ്റപ്പ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ടു മീറ്റ് ലെഗിറ്റിമേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലെയിംസ് ഓഫ് ദ ക്ലൈൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലെയിംസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു ഫണ്ടാണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി സെബി ഓൺലൈൻ കംപ്ലയിൻറ്റ് റെഡ്രസൽ, സെബി ഓൺലൈനായിട്ടുള്ള കംപ്ലയിൻറ്റ് റെഡ്രസൽ സിസ്റ്റം എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് സെൻട്രലൈസ്ഡ് വെബ് ബേസ്ഡ് കംപ്ലയിൻസുകൾ നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഡിസൈൻ ചെയ്തിട്ട് ടു ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് ടു ലോഡ് ചെയർ കംപ്ലയിൻറ്റുകളൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കംപ്ലയിൻറ്റുകളൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഏത് ഈ ഒരു SCORES. ചിലപ്പോൾ SCORES എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.